പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവാണ് ഞങ്ങളിലേക്ക് കൈമാറുന്നത് അവർ ആണല്ലോ. ആ ഖജനാവിനെ ശക്തമായ സാമ്പത്തിക നടപടികളിലൂടെ, മികച്ച ഫിനാൻസ് മാനേജ്മെൻറ്റിലൂടെ, ആസൂത്രണ മികവാർന്ന നികുതി ഭരണത്തിലൂടെ ഖജനാവിൻ്റെ ചോർച്ച അടച്ച് സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവ് ഞങ്ങൾ നിറയ്ക്കും. സംശയമൊന്നും വേണ്ട, റിസൾട്ട് ഉണ്ടാകും. അല്ലല്ല, അതൊക്കെ ഇതിൻ്റെ കൂടെ നടന്നു പോകും, റിസൾട്ട് ഉണ്ടാവും. അവർ അപ്പുറത്ത് നിന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒരു കസേര ഉണ്ടാവുള്ളൂ, ആ കസേരയിൽ കോൺഗ്രസ് തീരുമാനിക്കുന്ന ആൾ വന്ന് അവിടെ ഇരിക്കും. നമ്മൾ 8 സീറ്റിൽ 7 സീറ്റാണ് കേരള കോൺഗ്രസ് ജയിച്ചത്. 4 സീറ്റിൽ 3 സീറ്റാണ് RSP ജയിച്ചത്. ബാക്കി എല്ലാവരും ജയിച്ചില്ലേ? KK രമ ജയിച്ചു, മാണി സി കാപ്പൻ ജയിച്ചു, ഞങ്ങളുടെ UDFൻ്റെ അഭിമാനമായ ഞങ്ങളുടെ സെക്രട്ടറി ജയിച്ചു, CP ജോൺ ഇല്ലേ, അവരെല്ലാം ജയിച്ചില്ലേ? DFൻ്റെ ചെറിയ പാർട്ടി വലിയ പാർട്ടിയൊന്നും ഇല്ലല്ലോ, എല്ലാവരും ജയിച്ചല്ലോ. ഞാൻ പറഞ്ഞല്ലോ, അവരുടെ അണികൾ അസ്വസ്ഥരായിരുന്നു. ഞങ്ങൾക്കത് നന്നായിട്ട് അറിയാമായിരുന്നു, അവരെക്കാൾ നന്നായിട്ട് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അണികൾ മാത്രമല്ല, നേതാക്കൾ ഉൾപ്പെടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങളാരും വിശ്വസിച്ചില്ലല്ലോ. അല്ല, ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഓരോരുത്തർക്ക് പകരം വയ്ക്കാൻ ചിലപ്പോൾ ആളുണ്ടാവില്ല, വേറെ ആൾ വരും, അങ്ങനെയല്ലേ. ഇപ്പോൾ ഞാൻ പോയാൽ വേറെ ആൾ വരില്ലേ? അതൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും നാച്ചുറൽ അല്ലേ. അത് തെറ്റായ പ്രചരണമാണല്ലോ അവർ നടത്തിയ. ഒരുപാട് കാര്യങ്ങൾ തെറ്റായ പ്രചരണമാണെന്ന് പിന്നീട് തെളിഞ്ഞു. ഇപ്പം തെറ്റായ പ്രചരണം UDFനെതിരായി നടത്തിയാൽ അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തി കേരളത്തിലെ UDFനുണ്ട്, ടീം UDFനുണ്ട്. അതൊക്കെ ഞങ്ങൾ പ്രതിരോധിക്കും. ഞങ്ങൾക്ക് കൃത്യമായ ആശയങ്ങളുണ്ട്, പദ്ധതികളുണ്ട്, പരിപാടികളുണ്ട്. അത് സമയബന്ധിതമായി ഭംഗിയായി നടപ്പാക്കും. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത മോണിറ്ററിംഗ് സംവിധാനം ഉണ്ടാവും കേരളത്തിൽ. പെർഫോമൻസ് ഓഡിറ്റിംഗ് ഉണ്ടാവും. എന്താണ് പറഞ്ഞത്, എന്താണ് ചെയ്തത് എന്ന് അന്വേഷിക്കുന്ന ആളുണ്ടാവും, സംവിധാനം ഉണ്ടാവും. ഏറ്റവും മികച്ച ഗവേണൻസ്, ഗുഡ് ഗവേണൻസ്, മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യും. ഞാൻ മാനിഫെസ്റ്റോ ഡിക്ലെയർ ചെയ്തുകൊണ്ട് പറഞ്ഞല്ലോ, വെറുതെ ഉപരിതല സ്പർശിയായ പ്രഖ്യാപനങ്ങളല്ല, അത് പഠിച്ച് തയ്യാറാക്കിയ ഡീറ്റെയിൽസാണ്. ഇടുക്കി ജില്ലയെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞത്, CPM പറഞ്ഞത് ചർച്ചയായി. ഞങ്ങളുടെ മാനിഫെസ്റ്റോയും CPMൻ്റെ മാനിഫെസ്റ്റോയും വെച്ചുകൊണ്ടാണ് നിരവധി സംഘടനകൾ പത്രസമ്മേളനം നടത്തിയത്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത്. അല്ല, അത് അതിൻ്റെ നടപടിക്രമം ഉണ്ടല്ലോ. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചകൾ നടത്തുന്നൊരു പ്രോസസ്സുണ്ട്. അതനുസരിച്ച് അവർ തീരുമാനം എടുക്കും. അവരുടെ മന്ത്രിമാരെ, കോൺഗ്രസിൻ്റെ മന്ത്രിമാരെ കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കും. അല്ല, ഞങ്ങൾക്ക് ക്രെഡിബിലിറ്റി ഉണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ജനങ്ങൾ ഞങ്ങളെയാണ് വിശ്വസിച്ചതെന്ന് പറയാം. ഞങ്ങൾ 1 ഡസൻ തെളിവുകൾ ആരാണ് നുണ പറഞ്ഞതെന്ന് ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞല്ലോ. 1 ഡസൻ തെളിവുകൾ. ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ഒരു കാലത്തും ബന്ധം ഉണ്ടായിരുന്നില്ല മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. ഞാൻ വീഡിയോ ക്ലിപ്പ് ഹാജരാക്കിയല്ലോ, ബന്ധം ഉണ്ടെന്ന് പറഞ്ഞത് നേരത്തെ. RSSുമായി ഒരു കാലത്തും ബന്ധം ഉണ്ടായിരുന്നില്ല. ആരാ നുണ പറഞ്ഞത്? ബന്ധം ഉണ്ടായിരുന്നെന്ന് ഞങ്ങൾ തെളിയിച്ചല്ലോ. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലൂടെ തന്നെ 18 മാസം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പെൻഷൻ മുടങ്ങി, പച്ചക്കള്ളം പ്രചരിപ്പിച്ചു. ആരാ പ്രചരിപ്പിച്ചത്? അത് നുണയാണെന്ന് ഞങ്ങൾ തെളിയിച്ചല്ലോ. 1 ഡസൻ നുണകളാണ് അവരുടെ നുണകൾ ഞങ്ങൾ തെളിയിച്ചത്. ഞങ്ങളൊരു നുണയും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് ജനങ്ങളോട് പറഞ്ഞു. അപ്പോൾ അതൊക്കെ വ്യക്തിപരമായി തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടത്തിയ ശ്രമങ്ങളാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു സത്യത്തിൽ. എന്ത് തോന്നിയെന്ന് ചോദിച്ചുകൊണ്ട് പറഞ്ഞത്. കാരണം എൻ്റെ PR മുഴുവൻ നടത്തിയത് AKG സെൻറ്ററിൽ നിന്നാണ്. കാരണം ഇപ്പോൾ എന്നോട് ഡൽഹിയിൽ ചെന്നപ്പോൾ ഒരു സീനിയർ മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, സോഷ്യൽ മീഡിയ തുറക്കാൻ വയ്യ സതീശിനെ കൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ കൊടുക്കുന്നില്ല, CPM കൊടുക്കുന്നതാണ്. എല്ലാത്തിലും എൻ്റെ വികൃതമായ പടങ്ങൾ ഞാൻ കാണാൻ അത്ര ഭംഗിയില്ലെങ്കിലും അത്ര പിള്ളേർ കണ്ട പേടിച്ചു പോകുന്ന ആളൊന്നും അല്ലല്ലോ. എൻ്റെ കണ്ണൊക്കെ തള്ളിച്ച്
എൻ്റെ കണ്ണൊക്കെ തള്ളിച്ച് എന്നെ വികൃത രൂപത്തിലാക്കി AI പ്രകാരം എത്രമാത്രം ചിത്രങ്ങളാണ് പ്രചരിപ്പിച്ചത്. അപ്പോൾ അവരറിഞ്ഞില്ല. എനിക്ക് വേണ്ടിയിട്ടുള്ള, ഞാൻ അന്നേ പറഞ്ഞു, എനിക്ക് വേണ്ടിയിട്ടുള്ള PR ആണ്. ഞാൻ അസംബ്ലിയിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചാൽ എനിക്ക് മറുപടി പറഞ്ഞിരുന്നത് 5 മന്ത്രിമാരാണ്. അപ്പോൾ അവർ കലക്കിയെന്ന് വിചാരിച്ചാൽ അവരിയ്ക്കുന്നത്. ഞാൻ അതിനേക്കാൾ സന്തോഷത്തിലാണ്. കാരണം ജനങ്ങൾ കാണുമല്ലോ ഇത്. ഒരാളെ ടാർഗറ്റ് ചെയ്ത് കംപ്ലീറ്റ് അവസാനത്തെ 6 മാസം അല്ലെങ്കിൽ 1 കൊല്ലമായിട്ടല്ലേ കംപ്ലീറ്റ് എന്നെ ടാർഗറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് ഫീൽ ചെയ്തെന്നാണ് ചോദിച്ചത്. ഞാനത് ആസ്വദിക്കുകയായിരുന്നു.